8ാം സ്വാതന്ത്ര്യ ദിനം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ മലയാളികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മൾ മഹാനായ ശ്രീ അംബേദ്കർജി ഭാരതത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉണ്ടാക്കിയത്. അതിൽ സംസ്ഥാനങ്ങളുടെ അധികാരവും കേന്ദ്രത്തിന്റെ അധികാരവും വളരെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ഈ നിർവചനങ്ങൾക്ക് വിരുദ്ധമായി കേരളത്തിന് മാത്രം സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ പൂർണ്ണമായ നിയന്ത്രണ അവകാശം മറ്റൊരു സംസ്ഥാനത്തിനാണ്. അപ്പോ കേരളത്തിൽ കയറി, കേരളത്തിന്റെ ടെറിട്ടറിയിൽ കയറി ഭരണം നടത്തുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ട് എന്നിരിക്കെ കേരളത്തിന് എന്ത് സ്വാതന്ത്ര്യമാണ് ലഭിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കും. അത് മാത്രമല്ല, ഈ അസ്വാതന്ത്ര്യം മുല്ലപ്പെരിയാർ കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് കേരളം പറഞ്ഞില്ല? ഇത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണ്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണെന്ന് എന്തുകൊണ്ട് കേരളം പറഞ്ഞില്ല? നമ്മൾ അടിമകൾ ചിന്തിക്കണം. മാനാഭിമാനമില്ലാത്ത ഒരു ജനതയാക്കി നമ്മളെ മാറ്റിയിരിക്കുന്നു. അതും നമ്മൾ കൂട്ടി വായിച്ച് ചിന്തിക്കണം. അപ്പോ ഈ ഒരു വസ്തുത മാത്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ, കേരള സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിൽ, മുല്ലപ്പെരിയാർ കേസിൽ എന്നേ നമ്മൾ ജയിച്ചാൽ. ഭരണഘടന സുപ്രീമാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു സംസ്ഥാനത്തിനോ ആർക്കും തന്നെ പ്രവർത്തിക്കാനാവില്ല. ഇപ്പോ നമ്മൾ ചർച്ചയിലാണ്, അല്ലേ? നമ്മൾ വലിയ ചർച്ചയിലാണ്. ഈ ചർച്ച തുടങ്ങിയിട്ട് എത്ര വർഷമായി നിങ്ങൾക്കറിയോ? 60 വർഷം. 60 വർഷം നമ്മൾ ചർച്ചയിലാണ്. മുല്ലപ്പെരിയാർ പൊട്ടൂല്ലേ, കരാറ് നിലനിൽക്കുവോ, പുതിയൊരു ഡാം ഉണ്ടാക്കിയാലോ, പുതിയൊരു ടണൽ ഉണ്ടാക്കിയാലോ, ചർച്ചയാണ്. ഇങ്ങനെ ഒരു ചർച്ച വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ഒരു ചർച്ച നടന്നത് ചൈനയിലാണ്. അവിടെ ബാങ്കിയാവോ ഡാമിന്റെ താഴ്വാരങ്ങളിൽ ശ്രീ നീലകണ്ഠൻ സാറിനെ, വിൽസനെ പോലെയുള്ള ആളുകൾ നടന്നു പറഞ്ഞതാണ് ഈ ഡാം തകരാം. എന്നെ പോലെ ഒരു ലോയർ അല്ല ചെൻസിംഗ്. അന്ന് പറഞ്ഞ ആളുടെ പേരാണ് ചെൻസിംഗ്. എന്നെ പോലെ ഒരു ലോയർ അല്ല, ഹൈഡ്രോളജിസ്റ്റ്. ബാങ്കിയാവോ ഡാം ഡിസൈൻ ചെയ്ത ആളാണ് അദ്ദേഹം. ചൈനയിലുടനീളം മാറത്തടിച്ച് നിലവിളിച്ച് പറഞ്ഞു, ജനങ്ങൾ മരിക്കും. കുറെ നാള് എല്ലാവരും പറഞ്ഞു ചെൻസിംഗിന് ഭ്രാന്താണ്. കുറെ നാള് ഈ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ, അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ സ്വഭാവം. ഒരു കാര്യം ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. കുറെ ആൾക്കാർ ചെൻസിംഗിന്റെ കൂടെ പോകും. അങ്ങനെ ചൈനയിലൊരു വിരുദ്ധമായ വികാരങ്ങളായി. കുറെ പേര് ചെൻസിംഗിന്റെ കൂടെ, കുറെ പേര് മറുഭാഗത്ത്. അങ്ങനെ ആകപ്പാടെ ഒരു പ്രതിസന്ധിയിലായ ചൈനീസ് ഭരണകൂടം ഒരു എക്സ്പേർട്ട് പാനലിനെ വെച്ചു, to check whether ബാങ്കിയാവോ ഡാം is safe or not. നമ്മുടെ ഇവിടെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തലവൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആള്, 2 മെമ്പർമാര് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായിരുന്ന ആൾക്കാർ. ഇതാണ് നമ്മുടെ എക്സ്പേർട്ട് പാനൽ. ഡാം എഞ്ചിനീയറിംഗിന്റെ 7 ഇലക്കത്ത് പോലും പോകാത്ത ലോയേഴ്സിനെയാണ് ഈ എക്സ്പേർട്ട് പാനലിന്റെ തലപ്പത്ത് വരുന്നത്. അപ്പൊ എന്താ റിസൾട്ട്, എന്താണ് ഇൻഫറൻസ് ഉണ്ടാവുക നിങ്ങൾക്ക് മനസ്സിലായില്ല. ചൈനീസ് ഗവൺമെന്റ് അങ്ങനെയല്ല. കറക്റ്റും എക്സ്പേർട്ട് പാനൽ, സീസ്മോളജിസ്റ്റുകൾ ഉണ്ട്, ഹൈഡ്രോളജിസ്റ്റുകൾ ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർ ബാങ്കിയാവോ ഡാം വിശദമായി പരിശോധിച്ചു. അവർ പ്രഖ്യാപിച്ചു, ശരിയാണ് ചെൻസിംഗ് പറഞ്ഞത്.
സെൻസിംഗ് പറഞ്ഞത് ശരിയാണ്, ബാങ്കിയാവോ ഡാം തകർച്ചയിലാണ്. പക്ഷെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു, അതിന്റെ മുമ്പിൽ 61 ഡാമുകളുണ്ട്. ബാങ്കിയാവോ ഡാം തകർന്നാൽ ആ വെള്ളം വന്ന് ഈ 61 ഡാമുകളിലും കൂടി സമാധാനമായി ആയിക്കോളും. എന്തൊരു സുന്ദരമായ സ്വപ്നം! അത് തന്നെയല്ലേ പറയുന്നത്, ഇവിടെയും പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇടുക്കി അങ്ങ് താങ്ങിക്കോളൂ എന്നാ പറയുന്നത്. ഇത് തന്നെ ചരിത്രത്തിന്റെ ആവർത്തനാണ്. ഇതാണ് ബാങ്കിയാർ ഡാമിന്റെ എക്സ്പേർട്സ് പറഞ്ഞത്. ചൈനീസ് ഗവൺമെന്റ് ഒരു വിഷമല്ലേ ഡാമൊക്കെ പൊളിച്ചു കളയാന്ന് പറഞ്ഞാല് എന്ന് ആലോചിച്ച് നോക്കിയത്. ഡാമൊക്കെ ഉണ്ടാക്കി പൊളിച്ചു കളയാന്ന് പറഞ്ഞാൽ എന്ത് സങ്കടമാണ്. അവിടെ നിൽക്കട്ടെ, ഒന്നും സംഭവിക്കില്ലായിരിക്കും. മനുഷ്യ ജീവന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത സർക്കാരുകൾക്ക് അത് സാധിക്കും. അങ്ങനെ ചെയ്യും. ഒരാളെങ്കിലും മരിക്കും തോന്നിക്കഴിഞ്ഞാൽ ഒരു സർക്കാരിനും അത് സാധിക്കില്ല. ഒരു വലിയ ആള് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും ആളെ. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇടുക്കി താങ്ങും. അപ്പൊ മുല്ലപ്പെരിയാറിനും ഇടുക്കിയിലും ഇടയിലുള്ള ആളുകളോ അവരൊന്നും മനുഷ്യരല്ലേ? 19,000 ആളുകൾ ഇതിന്റെ അടുത്തുണ്ട്, കുഞ്ഞു മക്കളടക്കം. ഇതൊന്നും ആ മനുഷ്യന് ഒരു പ്രശ്നമല്ലേ? അങ്ങനെ പറഞ്ഞവർ ഇവിടെയും ഉണ്ട്. നോക്കണം നമ്മുടെ കുഞ്ഞുമക്കളെ. ഇവിടെ CR നീലകണ്ഠൻ സാറ് സംസാരിച്ചപ്പോ ഒരു കുട്ടി പറഞ്ഞു, തോപ്പുംപടിയിൽ, എവിടെയാ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, തോപ്പുംപടിയിൽ 2 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്ക് വരുമോ? ഇതേ ചോദ്യം തന്നെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജും എന്നോട് ചോദിച്ചു. അസലെ നീ പറയണ പോലെ മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് ഹൈക്കോടതി കെട്ടിടം 8 നിലയുണ്ട്, ഒരു 4 നിലയൊക്കെ വരുമായിരിക്കും. മോളിൽ കയറിയിരുന്ന് രക്ഷപ്പെടും. ഞാൻ കുറച്ചു നേരം പുള്ളിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു, ഒന്നും മിണ്ടിയില്ല. സാധാരണക്കാരനല്ലേ, ഹൈക്കോടതിയിൽ ഒരു ജഡ്ജാന്ന് ഓർക്കണം. അപ്പൊ പുള്ളിക്ക് അതിന്റെ നിശബ്ദത ഇഷ്ടമായില്ല. അപ്പൊ പുള്ളി വെച്ച് എന്തെങ്കിലും ഒന്ന് പറ, എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഈ വെള്ളം അതീവ കൈനറ്റിക് എനർജിയോടുകൂടി ഇങ്ങനെ വരുന്നത്, വെള്ളമല്ല വരുന്നത്. കല്ലും മണ്ണും ചെളിയും മൃതദേഹങ്ങളും വണ്ടി കെട്ടിട അവശിഷ്ടങ്ങളും ഡാമിന്റെ അവശിഷ്ടങ്ങളും എല്ലാമായിട്ട് ഒരു കല്ല് അതിൽ ജോയിൻ ചെയ്താൽ അതിന്റെ എനർജി കൂടും, മൾട്ടിപ്ലൈ ചെയ്യും. ഇത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒഴുകല്ല, താഴേക്ക് പതിക്കുകയാണ്, നിപതിക്കുകയാണ്. അങ്ങനെ വരുമ്പോ മൂവാറ്റുപുഴ എത്തുമ്പോ സാറിന്റെ ഈ ഹൈക്കോടതി കെട്ടിടം നിലം പതിക്കും സാറേ. പെരുമ്പാവൂരെത്തുമ്പോ എറണാകുളത്തെ ഒത്തുന്ന ശൃംഗങ്ങൾ വീഴുമെന്ന് സംശയം ഉണ്ടെങ്കിൽ ഡാം പൊട്ടിയ രംഗങ്ങൾ നെറ്റിൽ കാണും, നോക്കിക്കും. പേടിച്ചു പോയി. ഈ മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കാണ്. ഇതേ അഭിപ്രായം തന്നെയാണ് ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയും പറഞ്ഞത്. ഈ മനുഷ്യനെ പേടിപ്പിക്കുകയാണല്ലോ, പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുമോ? പേടിയില്ലാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു, ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഇതിന്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് സർക്കാരിന് എഴുതി, മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കാനുള്ള നടപടികൾ സത്വരം സ്വീകരിക്കണം, നമിക്കുന്നു ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ. നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് കുറച്ചെങ്കിലും തരുമ്പെങ്കിലും സ്നേഹമുള്ള ഒരു ലീഡർ നമുക്കുണ്ടായി എന്നുള്ളത് അഭിമാനിക്കുന്നു ആ ഗവർണറെ ഓർത്തിട്ട്. അപ്പോ നമ്മൾ ചർച്ചയിലാണ്, 60 വർഷമായിട്ട് നമ്മൾ ചർച്ചയിലാണ്. ബാങ്കിയാർ ഡാമിന്റെ എക്സ്പേർട്സ് പറഞ്ഞല്ലോ, 61 ഡാമുകളിൽ സമാധാനമായിക്കൊള്ളുന്നു. അതാണ് ചൈനീസ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഒരു രാത്രിയിൽ പുലർച്ചെ 2:30 ആയപ്പോ വലിയ ഒരു ശബ്ദം. ഭാര്യ ഞെട്ടി തരിച്ച് എഴുന്നേറ്റു, ഭർത്താവിനോട് പറഞ്ഞു ലോകം അവസാനിച്ചു. കാരണം ആ സ്ത്രീ അതുപോലെ ഒരു ശബ്ദം അതിനു മുമ്പ് കേട്ടിട്ടില്ല. ഭർത്താവ് ചാടി പുറത്തിറങ്ങി നോക്കി, ലോകമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ബാങ്കിയാവോ ഡാം തകർന്നു. ബാങ്കിയാവോ ഡാം തകർന്നിട്ട് അതിന്റെ പ്രഹരശേഷി തൊട്ട് മുമ്പിലുള്ള ഡാമിന് താങ്ങാനായി, അത് തകർന്നു. തുടർന്ന് മാലപ്പടക്കം പോലെ 61 ഡാമുകളും തകർത്ത് ബാങ്കിയാർ ഡാം 2.5 ലക്ഷം പേരെയും കൊണ്ട് കടലിലേക്ക് പോയി. 23,000 പേര് ഇതിൽ നിന്നും രക്ഷപ്പെട്ടു. ആലോചിച്ച് നോക്കി, നമ്മളും ഇങ്ങനെ ഒരു അപകടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ?
കാരണം ഒന്നും രണ്ടൊന്നുമല്ല, 23,000 പേര് ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വീഴാതെ നിന്ന കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും വീഴാതെ നിന്ന മരങ്ങളുടെ ചില്ലകളിൽ പിടിച്ചതൊക്കെ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടവർക്ക് എന്ത് സമാധാനമായി കാണുമല്ലേ? ഒഴുകിപ്പോവോ എല്ലാം. ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു വലിയ സമാധാനമാണ്. ചൈനീസ് ഗവൺമെന്റ് രക്ഷപ്പെട്ടവർക്ക് ഭക്ഷണപ്പൊതികൾ മുകളിൽ നിന്നിട്ടു. ഹെലികോപ്റ്ററിൽ വന്ന് വെള്ളം ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുമോ? എല്ലാം ചെളിയിൽ വീണു. ഭക്ഷണമില്ല, വെള്ളമില്ല. ഒരു ദിവസമായി ഒന്നുമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. രണ്ടാമത്തെ ദിവസമായി, അപ്പോഴും ഭക്ഷണമില്ല, വെള്ളമില്ല. 2018 പ്രളയകാലത്ത് കോടീശ്വരനായ ഒരു മനുഷ്യൻ ആലുവയില് ക്യാമ്പിൽ നിന്നു. കോടീശ്വരനാണ്, എന്തു വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാനും വാങ്ങിച്ചു കഴിക്കാനും കഴിയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഒന്നുമില്ല, ക്യാമ്പിൽ ആ ക്യാമ്പിൽ നിന്നപ്പോ ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ഈ ക്യാമ്പിലേക്ക് ഭക്ഷണങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല, ഒന്നും ഞങ്ങളുടെ കയ്യിലും ഇല്ല. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് ഒരു പഴക്കൊല കിട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കൊക്കെ ആ അവസ്ഥ വന്നാലും ഒരു പഴക്കൊല കിട്ടിയത്. ആ ക്യാമ്പിലുള്ള എല്ലാവർക്കും ഒരെണ്ണം വീതം കൊടുക്കാൻ പറ്റും. ഒരെണ്ണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോ ഈ കോടീശ്വരനായ മനുഷ്യൻ എന്നോട് ചോദിക്കാണ്, റസലേ ഒരെണ്ണം കൂടി കിട്ടുമോ? മനുഷ്യന്റെ ദയനീയ അവസ്ഥ. ഉണ്ടാക്കി വച്ചിരിക്കുന്ന കടലാസ് നോട്ടുകൾക്ക് യാതൊരു വിലയുമില്ല. ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒത്തുങ്ക ശൃംഗങ്ങളായ കെട്ടിടങ്ങൾക്ക് യാതൊരു വിലയുമില്ല. ഒന്നിനും ഒരു വിലയില്ലാണ്ട് നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യനെയാണ് ഞങ്ങൾ കണ്ടത്. അന്ന് ബാൻഡിയാവോ ഡാം തകർന്നു കഴിഞ്ഞപ്പോ ശവശരീരങ്ങൾ ഇങ്ങനെ ഒഴുകി വരാണ്. അതിൽ അച്ഛന്റെ ശവശരീരം ഉണ്ടാവാം, അമ്മയുടെ ഉണ്ടാകാം, സഹോദരന്മാരുടെ ഉണ്ടാകാം, മക്കളുടെ ഉണ്ടാകാം. തിന്നു, മകന്റെ ശവശരീരത്തെ ഈ ജലം തിന്നു. ആ കലക്ക വെള്ളവും കുടിച്ച് എങ്ങനെയുണ്ട്? അവസാനം ഈ 23,000 പേര്, കണക്ക് ചില ആളുകൾ പറയുന്നത് അത് കൂടുതലാണ്, 23,000-ലും കൂടുതലാണ്. ഞാൻ ചെറിയ കണക്കെടുത്ത് പറഞ്ഞതാണ്. ഈ 23,000 പേര് സാംക്രമിക രോഗം ബാധിച്ച് അതിദാരുണമായി വേദനകളാൽ വലഞ്ഞു മരിച്ചു. നമുക്ക് ആ വിധി വരാൻ പാടില്ല. ഈ സ്വാതന്ത്ര്യ ദിനത്തില് നമ്മുടെ പരിചിന്തനത്തിന് വരേണ്ട ഒരു വിഷയം അതാണ്. പുതിയ ഡാമിങ് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കൊല്ലമെടുക്കും? 84 ഡാംസ് ഉണ്ടാക്കി ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളത്തെ അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലേക്ക് കൊണ്ടുവന്ന നേതൃത്വമാണ് കേരളത്തിലുള്ളത്. ഇനിയും ഡാം ഉണ്ടാക്കാൻ നടക്കുന്നത്. ഉണ്ടാക്കാനാണെന്ന് അറിയത്തില്ല, പക്ഷെ സമയം കളയാനാണെന്ന് അറിയത്തില്ല, പക്ഷെ ഡാമാണ്. സർക്കാർ പറയുന്നു പുതിയ ഡാം ഞങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്? DPR. ഞങ്ങൾ എൻവയറമെന്റൽ ക്ലിയറൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പാസ്സായി വരുമ്പോഴേക്കും നമ്മളുണ്ടാവും. പ്രതിപക്ഷവും പറയുന്നത് അത് തന്നെയാണ്. ഡാം ഉണ്ടാക്കാനുള്ള ഓട്ടമാണ്. ശ്രീ നീലകണ്ഠൻ സാർ ഇവിടെ, ഞാൻ പോയതല്ല, ഇനി ധൈര്യമായിട്ട് പറയാമെന്നു. ശ്രീ CR നീലകണ്ഠൻ സാർ ഇവിടെ പറഞ്ഞ ടണൽ എനിക്ക് പറയേണ്ടി വരും, സാർ പഠിച്ചിട്ട്. അതുകൊണ്ടാ ടണൽ പറയുന്നത്. അവർക്ക് ജൂൺ മാസത്തിൽ വെള്ളം വേണോ? വേണ്ട. ജൂലൈയിൽ വേണോ? വേണ്ട. ഇങ്ങനെ അവിടെ എണ്ണാം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. വേണ്ട, വെള്ളം വേണ്ട. അതായത് നമ്മുടെ മഴക്കാലത്ത് അവർക്ക് വെള്ളം വേണ്ട, അവിടെയും മഴയാണ്. ഏതോ ഒരു വരണ്ട പാടശേഖരം കാണിച്ചിട്ട് പറയാണ് തമിഴ്നാട് ഇങ്ങനെയാണ്. നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലമാണ് ഈ 5 ജില്ലകളും. ഒരു ജില്ല മാത്രം ഒരു ഇച്ചിരി പുറകോട്ടെന്ന് മാത്രം. അവർക്ക് വെള്ളം വേണ്ട ഇപ്പോഴൊന്നും. അവർക്ക് വേണ്ടത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിൽ വലിയ ആഘോഷമായിട്ട് തമിഴ്നാട് MP-മാർ അല്ലെങ്കിൽ MLA-മാരും അല്ല മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ വന്ന് ചെണ്ടയും കൊട്ടി ഭയങ്കര ആഘോഷമായിട്ട് പൂജ നടത്തിയിട്ടാണ് വെള്ളം തുറന്നു കൊടുക്കുന്നത്. പൂജാരി കൈക്കുമ്പിളിലെടുത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം തുറക്കാൻ. അത് ഏപ്രിലാണ്.
അപ്പൊ ഈ ടണല് വെച്ച് വെള്ളം ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്നാലും അടിച്ചോടിക്കും അമ്മമാര്. ഇവിടെ ഒന്നാമത് പ്രളയം നിങ്ങൾ ടണല് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഞങ്ങൾ ഇവിടെ സംഭരിച്ചു വെക്കാൻ വലിയ ടാങ്ക് ഉണ്ടാക്കുക. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരു ബക്കറ്റിലെ വെള്ളമാണെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം? എന്നിട്ട് തമിഴ്നാട്ടിൽ സ്റ്റോറേജ് ഉണ്ടാക്കണമെന്ന്, ഇത്രയും വലിയൊരു സ്റ്റോറേജ് തേനി ജില്ലയിൽ ഉണ്ടാക്കണം. അത്ര ടണല് വെള്ളം ആവശ്യമില്ലാത്തപ്പോ വെള്ളം കൊണ്ടുപോയി അവിടെ തന്നെ പ്രളയമായിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ വെള്ളം കൊണ്ടുപോകും അവിടെ സ്റ്റോർ ചെയ്യണമെന്ന് ടണൽ സിദ്ധാന്തം. തമിഴന്മാര് ചിന്തിക്കുന്ന എന്താണെന്നറിയോ? ഇത്രയും പോഴന്മാരാണോ ഈ മലയാളികൾ? ടണൽ സിദ്ധാന്തം എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഒരു വലിയ അഴിമതിയുടെ കഥയുണ്ട്. എന്നോട് തമിഴ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു അദ്ദേഹം 3.25 കോടി മേടിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. 3.25 കോടിയുടെ വലിപ്പം കൊണ്ടല്ല ഞാൻ ഞെട്ടിയത്. ഒരു 3000 കോടി ഈ ചങ്ങാതിക്ക് മേടിക്കാമായിരുന്നില്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. 50,000 കോടി ഒരു പ്രതിവർഷം തമിഴ്നാട് ഈ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. അവരുടെ കണക്കാ, അവരുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കണക്കാ. ഈ ചങ്ങാതിക്ക് എന്തിനാണ് 3.25 കോടി മേടിച്ചത്? ഒരു 10,000 കോടി ചോദിച്ചാൽ കിട്ടത്തില്ല. 10,000 കോടി ഒന്നും ഈ വെള്ളത്തിന്റെ കണക്ക് വെച്ച് ഒന്നുമല്ല. 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തൊരു നേട്ടമായി നമ്മുടെ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്നത്. അപ്പോ ടണൽ സിദ്ധാന്തം എന്ന് പറയുന്നത് അൺസയന്റിഫിക്. കാരണം താഴ്ത്തി ടണൽ വെക്കും എന്നാണ് പറയുന്നത്. ചെളി അവിടെ കൊണ്ടുപോയിടും. 112 അടിയിൽ താഴെ തൊട്ട് ചെളി തുടങ്ങും. വെള്ളം ഉണ്ടാവും, ചെളി ഉണ്ടാവും. കുറച്ചും കൂടി താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ കട്ടച്ചെളി ഉണ്ടാവും. ഇതവിടെ കൊണ്ടുപോയിടും. ഈ ചെളി ആലുവയിൽ വന്നപ്പോ ഞാൻ കണ്ടതാണ്, എല്ലാ കവുങ്ങ് തോട്ടങ്ങളും എല്ലാ തെങ്ങിൻ തോട്ടങ്ങളും കത്തിക്കരഞ്ഞു പോയി. ആസിഡ് ആയി ചെളി. ആസിഡ് ആവും എന്നുള്ളത് സയന്റിഫിക് ആണ്. ഡാമിന്റെ അടിയിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ ജൈവാവശിഷ്ടങ്ങൾ കിടന്നാൽ ആസിഡാണ്. അത് ഡാമിന്റെ അടിത്തറയും ഭിത്തിയെയും ദ്രവിപ്പിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. ഈ ചെളി ആലുവയിൽ വന്നിട്ട് സമസ്ത തെങ്ങിൻ തോപ്പുകളും റബ്ബർ മരങ്ങളും ഒക്കെ നശിച്ച് വാഴത്തോട്ടങ്ങൾ കത്തിക്കരിഞ്ഞു പോയി. അത് തേനിയിലിടാൻ ബുദ്ധിയുള്ള, ഞാനിവിടെ CR സംസാരിച്ചപ്പോ തമിഴന്മാർക്ക് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കൈയടിച്ചത് അതുകൊണ്ടാണ്. അവര് സമ്മതിക്കോ? ഈ ചെളി കൊണ്ടുപോയി തേനിയിലിടാൻ സമ്മതിക്കോ? മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കർഷകരുടെ ജില്ലയാണ് തേനി. അവര് ഒരു തുള്ളി ചെളി അവിടെ ഇടാൻ സമ്മതിക്കില്ല. പിന്നെ ഫോറസ്റ്റ് ഇടാൻ പറ്റുമോ? ഫോറസ്റ്റിന് മനുഷ്യനേക്കാൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു തുള്ളി ചെളി അവിടെ ഇടാൻ പറ്റില്ല. പിന്നെ എവിടെ ഇടും? ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ, ഞാൻ ഒരു വലിയ എഞ്ചിനീയർ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചെളി കൊണ്ടുവന്ന് സാറിന്റെ വീട് പാലക്കാട്ടുള്ള വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇടും. ഞാൻ ചോദിച്ചതാണ്, എനിക്ക് ചോദിക്കാൻ പേടിയില്ല. കാരണം എന്റെ മനസ്സിൽ പിടയുന്ന കൊച്ചുമക്കളുടെ ചിത്രമാണ്. അതിന്റെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ല, ഒരു എഞ്ചിനീയറും ഇല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇല്ല, ഒരു MLA-യും ഇല്ല, MP-യും ഇല്ല. പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ചർച്ച പുതിയ ഡാമിൽ നിന്ന് ടണലിലൂടെ കടന്ന് ചർച്ച നിൽക്കാൻ ഞാൻ ചോദിക്കട്ടെ, സമയമുണ്ടോ നമുക്ക് ചർച്ച ചെയ്യാൻ? ഉണ്ടോ? കേരളത്തില് 2 റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഭൂകമ്പം കൂടി വന്നിപ്പോ 3.4 വരെ എത്തി. ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ചങ്ങാതി ചോദിച്ചത്, അഡ്വക്കേറ്റ് റസൽ ജോയി മണ്ടനാണ് ഇത് പറഞ്ഞാ മണ്ടനാന്ന് പറയുന്നത്. കേരളത്തില് റിക്ടർ സ്കെയിലിൽ 2 തുടങ്ങിയ ഭൂകമ്പം 3.4 വരെ എത്തി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് റസൽ ജോയി മണ്ടനാണ്. കാരണം എവിടെയാണ് രേഖ? അതാണ് ചോദിക്കണേ, എവിടെയാണ് രേഖ? ആ ചങ്ങാതിയോട് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആ രേഖ ഞാൻ വാങ്ങിച്ച് സുപ്രീം കോടതിയിൽ എന്റെ കേസിൽ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ആർക്ക് വേണമെങ്കിലും അതിന്റെ കോപ്പി കിട്ടും. ഇപ്പൊ ആരാ മണ്ടൻ എന്ന് ആലോചിച്ചു. അപ്പം ചർച്ച, തീവ്ര ചർച്ച. അവസാന കാലത്ത് 2 തുടങ്ങിയത് 3.4 ആയി. കോട്ടയത്ത് ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മുഴക്കം. അതേ മുഴക്കം തന്നെ
തൃശ്ശൂരും പാലക്കാടും 2 മാസങ്ങൾക്ക് മുമ്പ് റിക്ടർ സ്കെയിലിൽ 3.1 വരുന്ന ഭൂകമ്പങ്ങൾ 3 പ്രാവശ്യം വീതം ഉണ്ടായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ വിസിനിറ്റിയിലാണ് ഈ ചലനങ്ങൾ നടന്നതെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവില്ല. ഇത് ഇപ്പൊ എന്റെ പ്രസംഗങ്ങൾ ഉണ്ടാവില്ല. മുല്ലപ്പെരിയാർ ഡാമിന്റെ വാട്ടർ റിസർവോയറിന്റെ ഭാരം കൊണ്ട്, താഴേക്കുള്ള വലിയ മർദ്ദം കൊണ്ട് താഴെയുള്ള പാറകളുടെ അടുക്കുകൾ തെന്നിമാറി വലിയ ഗർത്തം മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതേ ഗർത്തം തന്നെ എല്ലാ ഡാമുകളുടെയും അടിയിലുണ്ട്. കാരണം വെള്ളത്തിന്റെ മർദ്ദം പ്രപഞ്ചത്തിന് സഹിക്കാൻ പറ്റത്തില്ല. അവൻ എന്തെങ്കിലും പ്രതികരിക്കും. അങ്ങനെയാണ് പാറയുടെ അടുക്കൾ തെന്നി മാറിക്കൊണ്ടിരിക്കുന്നത്. ഭൂകമ്പങ്ങൾ കൂടി വരുന്ന അവസ്ഥ, മേഘവിസ്ഫോടനത്തിന്റെ അവസ്ഥ, 130 വർഷം പഴക്കമുള്ള ഡാമിന്റെ അവസ്ഥ, സുർക്കി മുഴുവനും ഒലിച്ചുപോയി മുല്ലപ്പെരിയാർ ഡാമിന്റെ മുമ്പിൽ ചെളി രൂപപ്പെട്ടിരിക്കുന്നു. സുർക്കി ലൈം ചുണ്ണാമ്പാണ്. വെള്ളവുമായിട്ട് പ്രവർത്തിച്ചാൽ കാർബോണിക് ആസിഡ് ഉണ്ടാവും. കാർബോണിക് ആസിഡ് ഡാമിന്റെ അടിയിലുള്ള ഭിത്തിയെയും കല്ലുകളെയും ദ്രവിപ്പിക്കും. സ്ട്രക്ചറലി സേഫ്. നല്ല തമാശാണ് സുപ്രീം കോടതി പറയുന്നത്. സുപ്രീം കോടതി വെറുതെ ഇരുന്നോട് പറയണ അല്ലാട്ടാ, ഇവരുടെയൊക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ട്രക്ചറലി സിസ്മോളജിക്കലി സേഫ് എന്നൊക്കെ പറയുന്നത്. സ്ട്രക്ചർ സേഫ് ആയിരിക്കാം, അടിത്തറയോ? അടിത്തറ സേഫ് ആണോ? ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ മുമ്പില് ചതുപ്പുണ്ട്. ഈ സുർക്കി ഒലിച്ച് വലിയ ചതുപ്പ് രൂപപ്പെട്ടിരിക്കുന്നു. ഇടുക്കി ഡാമിന്റെ മുമ്പിലുണ്ടോ? കേരളത്തിന്റെ ഏതെങ്കിലും ഡാമിന്റെ മുമ്പിൽ ഈ ചതുപ്പുണ്ടോ? അപ്പോ ഡാമിന്റെ അടിത്തറ ബലമുണ്ട്. ഈ അടിത്തറ അങ്ങ് ഒലിച്ചു പോയാലുള്ള സ്ഥിതി എന്താണ്? അത് എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്നാവാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇതാണ് ഡാമിന്റെ സ്ഥിതി. ഇത് പരിശോധിക്കാനായിട്ട് ഒരു ശാസ്ത്രീയ സംഘടനകളോ ഇൻസ്റ്റിറ്റ്യൂഷനോ പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ട്, ഡാമിന്റെ ബേസ് സുരക്ഷിതമാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം. എന്ന് ഈ ഡാം നിർവീര്യമാക്കും, പൊളിച്ചു കളയുന്നുള്ള തീയതി പറയണം. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഡാം സയൻസ് ഇന്ത്യയിലില്ല, ഡാം എഞ്ചിനീയറിംഗ് ഇന്ത്യയിലില്ല. ഇന്ത്യയിലുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സീസ്മോളജിസ്റ്റുകൾ വേണം, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം, വേറെ ചില ശാസ്ത്ര ശാഖകൾ പഠിച്ച ആളുകളും വേണം. അവര് വന്ന് ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം എന്നാണ് സുപ്രീം കോടതിയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിന് എന്താ പ്രശ്നം? ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ കേരളത്തിന് എന്ത് പ്രശ്നമാണത്? കേരളം വന്ന് ഇന്ന് ഈ ദിവസം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ കേരള സർക്കാരിന് വിരോധമില്ല. അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും എന്ന് 2 സെന്റൻസ് പറഞ്ഞ് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചാൽ മുല്ലപ്പെരിയാർ കേസ് ഇന്ന് തീരാണ്. കേരളം അങ്ങനെ പറഞ്ഞ പിന്നെ സുപ്രീം കോടതിക്കാണോ വേണ്ടാന്ന് പറയാൻ താല്പര്യം? ആരും വേണ്ടാന്ന് പറയത്തില്ല. ഇനിയിപ്പൊ കേരളം അങ്ങനെ ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാർ എന്റെ കേസിലാണ് കക്ഷി. ഇത്രയും നാള് തമിഴ്നാടും കേരളവും കൂടി പൊറോട്ട നാടകം സുപ്രീം കോടതി നടത്തിയിരുന്നപ്പോ കേന്ദ്ര സർക്കാർ കക്ഷിയാണ്. കേന്ദ്ര സർക്കാർ കക്ഷിയായിട്ട് വന്നത് എന്റെ കേസിലാണ്. കേന്ദ്ര സർക്കാർ വന്ന് പറയാണ്, റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള വഹിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് 2 സെന്റൻസ് ഇട്ടാൽ മുല്ലപ്പെരിയാർ കേസ് തീരാണ്. നിങ്ങളുടെ എംപിയോട് പറയേണ്ടത് ഈ പ്രമേയം അവതരിപ്പിക്കാനാണ് പാർലമെന്റിൽ. അഡ്വക്കേറ്റ് റസൽ ജോയി കൊടുത്ത കേസിനെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ പിന്തുണയ്ക്കാതിരിക്കുന്നതിന്റെ കാരണം പൊതുജന മധ്യത്തിൽ പ്രഖ്യാപിക്കുക. ഇതാണ് നിങ്ങളുടെ എംപിയോട് പറയേണ്ടത്. എംപിക്ക് മുമ്പേ ഞാൻ പ്രസംഗിക്കണമായിരുന്നു. എനിക്ക് എംപിക്ക് കാര്യം മനസ്സിലായത്. നിങ്ങളുടെ MLA പറയേണ്ടതും അതാണ്. നിങ്ങൾ എന്തുകൊണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസിനെ സുപ്രീം കോടതിയിൽ പിന്താങ്ങുന്നില്ല എന്നുള്ള കാരണം നിങ്ങൾ പറയണം, അല്ലെങ്കിൽ പിന്തുണയ്ക്കണം. ഒരു MLA വിചാരിച്ചാൽ ഈ പ്രശ്നം തീരും എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. ഒരു MP വിചാരിച്ചാൽ ഈ പ്രശ്നം തീരും എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ്.
കേരളമല്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ ഒരു സിറ്റിസൺ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ പിന്തുണയ്ക്കാതിരിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിക്കുക. തമിഴ്നാടാകട്ടെ, കർണാടകയാവട്ടെ, കർണാടകത്തിലെ ബഹുമാന്യനായ നേതാവ് ശ്രീ മുൻ പ്രധാനമന്ത്രി കൂടിയായ ശ്രീ ദേവഗൌഡജി, അദ്ദേഹത്തിന്റെ കുടുംബം എന്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിനോട് ഞാൻ ഒരു ദിവസം ഈ കാര്യം പറയാൻ പോയതല്ല, ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞതിന്റെ കൂടെ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിന്റെ മിഷൻ എന്തായി, മുല്ലപ്പെരിയാർ കാര്യം എന്തായി, നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിയുടെ മറു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, എന്ത് ജനങ്ങളാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന്? നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എന്ത് ജനങ്ങളാണെന്നാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചോദിച്ച ചോദ്യം. ഇറസ്പോൺസിബിൾ, ഹൈലി ഇറസ്പോൺസിബിൾ. അവർക്ക് അവരുടെ മക്കളെ കുറിച്ച് വേവലാതിയില്ലേ? അവരുടെ സഹോദരി സഹോദരന്മാരെ കുറിച്ച് വേവലാതിയില്ലേ? അവരുടെ മാതാപിതാക്കളെ കുറിച്ച് വേവലാതിയില്ലേ? എന്തുകൊണ്ടാണ് കേരള മാതൃത്വം പ്രതികരിക്കാത്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സ്ത്രീകൾ പ്രതികരിക്കണ്ടേ? പുരുഷന്മാരുടെ കാര്യം പോട്ടെ, 100 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന മദ്യം 1500 രൂപ കൊടുത്ത് വാങ്ങുന്ന പുരുഷന്മാരാണ് ഇവിടെ ഉള്ളത്. അവിടെ കാര്യം പോട്ടെ, ചിന്തിച്ചിട്ടേ കാര്യമില്ല. സ്ത്രീകളെ ചിന്തിക്കേണ്ട അവരുടെ മക്കളുടെ ഭാവി എന്നാണ് ശ്രീ ദേവഗൌഡജി എന്നോട് ചോദിച്ചത്. അപ്പോ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഡാം പണിയാൻ നടന്നാൽ അടുത്ത 20 കൊല്ലം അങ്ങനെ പോകും. ടണൽ പണിയാൻ നടന്നാൽ ഏറ്റവും ലോകത്തിലെ വീട്ടിൽ തമിഴ്മാര് സമ്മതിക്കില്ല, അതുകൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ട് ഇതാണോ എന്താ സൊല്യൂഷൻ? മലയാളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ 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 തൊട്ടടുത്ത സ്റ്റേറ്റ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാമെന്ന് മലയാളി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രം പുരോഗമിച്ചതൊന്നും മലയാളിക്ക് മനസ്സിലായിട്ടില്ല. പത്തനംതിട്ട ജില്ലയില് കക്കി ഡാം എന്ന് പറയുന്ന ഒരു ഡാമുണ്ട്. ഞാനത് മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിലാന്ന് പറഞ്ഞപ്പോ വലിയ വിമർശനം. അത് മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിലൊന്നുമല്ല, ഇടുക്കി ജില്ലയിൽ തന്നെയല്ല, പത്തനംതിട്ടയിലാണ്. പിന്നെ എനിക്ക് തിരുത്തി പറയേണ്ടി വന്നു. എന്താ തിരുത്തി നേരെ മുകളിലല്ല സാറേ, മുകളിലാണ്, ജിയോഗ്രഫിക്കലി മുകളിലാണ്. അതാണ് പത്തനംതിട്ടയില് കക്കി ഡാമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിനേക്കാൾ വെള്ളം കക്കി ഡാമിലുണ്ട്. ഏറ്റവും കൂടുതൽ ശബരിമല വരുന്നത് ആരാ? തമിഴന്മാരല്ലേ. പമ്പാ നദിയിലെ ജലം ഹോളി വാട്ടറാണ്, ഗംഗ പോലെയാണ് തമിഴന്മാർക്ക്. നമ്മള് പമ്പാ നദിയിലെ വെള്ളം തമിഴർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ എന്തിനും തയ്യാറാണ്. കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. ചെലവ് എത്രയെന്നറിയോ? 100 കോടിയിൽ താഴെ. എത്ര നാളെടുക്കും? കൂടി വന്ന 3 മാസം. ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ 2 മാസം കൊണ്ട് പണി തീർക്കാം. പൈപ്പ് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് ഇട്ടാൽ മതി. അതിൽ 10 കിലോമീറ്റർ മാത്രം തുരങ്കം ഉണ്ടാക്കണം. മറ്റതെല്ലാം ഓവർഗ്രൗണ്ട് പൈപ്പാണ്. സിമ്പിളായിട്ട് പരിഹരിക്കാം മുല്ലപ്പെരിയാർ വിഷയം. ഇനിയിപ്പോ ആ മാർഗം സ്വീകാര്യമല്ല എന്നിരിക്കട്ടെ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം അതാണ്. അത് സ്വീകാര്യമല്ല എന്നിരിക്കട്ടെ, ഇടുക്കി ഡാമിന് കൊടുക്കാം. ഇനി അതും സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഇറാനിലേക്ക് നോക്കുക. ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പൈപ്പാണ്. ആലുവ പുഴയിൽ നിന്ന് തൊട്ട് കിടക്കുന്ന തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാൻ സയൻസ് വികസിച്ചിട്ടില്ല ഈ നാട്ടിൽ. ശാസ്ത്രം വിജയിച്ചിട്ടില്ല ഈ നാട്ടില്. അത്രമാത്രം മോശം സയൻസ് ആണ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ളത്. ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇന്ത്യയിലെത്തിക്കാൻ പറ്റുമെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലേക്ക് ആലുവ പുഴയിൽ നിന്ന് വെള്ളം എത്തിക്കാൻ സാധിക്കും. അപ്പൊ സൊല്യൂഷൻസ് അനവധിയാണ്, ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് അനവധിയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? ചർച്ച. 60 വർഷമായിട്ട് ചർച്ചയോട് ചർച്ച. ഞാനിത് പറയുമ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ ലോയറാന്നുള്ള കാര്യത്തിൽ വല്ല സയന്റിഫിക് ഡിഫക്റ്റും വന്ന ആന മണ്ടൻ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം. എന്നാ പിന്നെ എന്നോട് ചോദിക്കണ്ട, സയന്റിസ്റ്റുകളെ വിളിച്ച് വരുത്തി ചോദിക്കും. ഒരു ഇന്റർവ്യൂ നടത്തിട്ട് അവര് ഇവിടെ സീസ്മോളജിസ്റ്റുകളുണ്ട്, ഹൈഡ്രോളജിസ്റ്റുകളുണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരെ കൂടെ മൊത്തത്തിൽ ഇരുത്തട്ടെ.
എന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാൻ ധൈര്യപ്പെടുമല്ലോ പലരും. അത് വേറൊരു വിഷയം. ഞാൻ ഒരു സിസ്മോളജിസ്റ്റിനെ അടുത്ത് സംസാരിച്ചാൽ ഞാനൊന്നും പറയില്ല സാറേ, എനിക്ക് ഭയമാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്, ഭയക്കേണ്ട കാര്യങ്ങൾ അതിലൊന്നും തരും. ഓക്കെ, അപ്പോ ഇതാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ. ഇതാണ് എനിക്ക് പറയാനുള്ള ചുരുക്കം ചില കാര്യങ്ങൾ. ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇതെത്രയും പെട്ടെന്ന് പരിഹരിച്ചേ പറ്റൂ. അതിന് ഞാൻ പ്രധാനമന്ത്രിയെ അഡ്രസ് ചെയ്തുകൊണ്ട് change.org എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ഒരു പെറ്റീഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മൊബൈൽ എടുത്ത് ഗൂഗിളിൽ പോയിട്ട് ചേഞ്ച് എന്ന് അടിച്ചാൽ പെറ്റീഷൻ വരും. അങ്ങനെ വന്നില്ലെങ്കിൽ change.org എന്ന് അടിച്ചു കൊടുക്കുക, അപ്പോഴാ പെറ്റീഷൻ വരും. എന്നിട്ടും വന്നില്ലെങ്കിൽ സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും വരും. അതിൽ നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് സൈൻ ചെയ്യാം. അതില് നമ്മുടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ശ്രദ്ധേയമായ ഒരു കമന്റ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതുപോലെ കമന്റ് ഇടാം, ഒപ്പിടാം. ഇമെയിൽ ID ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ഇമെയിൽ ID കിട്ടുവാണെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് ഒപ്പിടാവുന്നതാണ്. അത് കേരളത്തിൽ ഏകദേശം 4 കോടിയോളം ജനങ്ങളുണ്ട്. അതിൽ 1/2 കോടി ആളുകളെങ്കിലും അതിൽ ഒപ്പിട്ടാൽ നിരന്തരം കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനങ്ങൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 1/2 കോടി ആളുകളെങ്കിലും അത് ഒപ്പിട്ടാൽ ഉറപ്പായിട്ടും ഞാൻ കൊണ്ടുപോയി പ്രധാനമന്ത്രിയെ നിവേദനമായിട്ടൊന്നും കൊടുക്കേണ്ട കാലമൊക്കെ മാറി. ഇത് നെറ്റിലുള്ള ഒരു പെറ്റീഷനാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആർക്കും വേണ്ടെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിക്കാണോ വേണ്ടത്? 4 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ 2 കോടി ആൾക്കാരെങ്കിലും ഇതിൽ ഒപ്പിടേണ്ടതാണ്. അത് ഒപ്പിടാത്തത് കൊണ്ട് ഇത് പ്രധാനമന്ത്രി വിചാരിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല. ഒരുത്തന് എന്തോ അസുഖം കയറിയിട്ട് change.org പോസ്റ്റ് ചെയ്തിരിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതാണ്ട് 20 ലക്ഷം പേര് ആയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ 50 ലക്ഷം ആകുമ്പോഴേക്കും പ്രധാനമന്ത്രി വിളിക്കും, ഉറപ്പാണ്. നമ്മൾ ഇതും കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു ക്യാമ്പയിൻ നിങ്ങൾ സ്വന്തം മിഷനായിട്ട് എടുക്കണം. ഇത് നമ്മുടെ അവസാനത്തെ, നമുക്ക് സമയമില്ല. നമ്മുടെ മുമ്പിൽ മുണ്ടക്കയുണ്ട്, പുത്തുമലയുണ്ട്, ചൂരൽമലയുണ്ട്. ഇടുക്കിയിൽ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഒരുപാട് ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ട്. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ പോലെ 5 വർഷത്തിനുള്ളിൽ ഇവിടെ പലതും സംഭവിക്കുമെന്ന് പറഞ്ഞ പ്രവചനങ്ങളുണ്ട്. നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് സമയമില്ല. അപ്പൊ ഈ ഒരു ക്യാമ്പയിൻ വിജയിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ക്യാമ്പയിനും കൂടി പറയാണ്. അതിന് നിങ്ങൾ ഒരു 100 രൂപയെങ്കിലും മുടക്കേണ്ടി വരും. ഒരു വെള്ളത്തുണി വലിച്ചു കെട്ടിയിട്ട് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ, കവലകളിൽ, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ മുല്ലപ്പെരിയാർ കേസിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്ന് എഴുതി വിട്ടാൽ നല്ലത്. വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഹാഷ്ടാഗ് ആവട്ടെ, കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിന് പിന്തുണയ്ക്കുക. നിങ്ങൾക്ക് യാതൊരു മുടക്കുമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റയിലും ടെലഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു ഹാഷ്ടാഗോടുകൂടി ഇത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാവുന്നതാണ്. മാറ്റമുണ്ടാവും, വിജയിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിന്റെ മുമ്പിലുള്ളിടത്തോളം കാലം പേടിക്കണ്ട, മുല്ലപ്പെരിയാർ ഡാം തകരില്ല. ഞാൻ കുറച്ച് മിസ്റ്റിക്കാണ്, ഞാൻ സ്പിരിച്വലാണ്, അതുകൊണ്ട് തകരില്ല. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.